ക്രിസ്തുയേശുവിൽ അനുഗ്രഹീത പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവായ ക്രിസ്തു തന്റെ കരം ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് എന്താണ് ക്രിസ്തുവിനുള്ള നമ്മുടെ അവകാശം. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മുടെ കർത്താവായ ക്രിസ്തു ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവ നമുക്ക് നൽകിയതായിരുന്നു സമാധാനം, പ്രത്യാശ, പരിശുദ്ധാത്മാവ്, ഒരു നല്ല ആത്മീയ കുടുംബ ജീവിതം. അതിലൊന്ന് ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം. അത് ലോകത്തിന്റെ പ്രശ്നങ്ങളിൽപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമാധാനമല്ല. കൊടുങ്കാറ്റിലും എന്ത് പ്രശ്നത്തിലും ഇളകാതെ ഉറച്ചു നിൽക്കാൻ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം, അത് നമ്മുടെ അവകാശമാണ്. ക്രിസ്തുവിനുള്ള നമ്മുടെ അവകാശം. ഹല്ലേലൂയ. 2, പ്രത്യാശ. ഇത് വെറും ആഗ്രഹമല്ല, മറിച്ച് ക്രിസ്തുയേശുവിന്റെ വാഗ്ദാനങ്ങളിൽ തകർക്കാനാവാത്ത ജീവനുള്ള നങ്കൂരം. ഈ നങ്കൂരം സ്ഥാപിതമായിരിക്കുന്നത് നിത്യത്തിലാണ്. ക്രിസ്തുയേശു എന്ന നങ്കൂരത്തിൽ ഓട്ടുകൾ എന്ന പോലെ നാം കെട്ടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ നങ്കൂരം നിത്യതയിൽ സ്ഥാപിതമായിരിക്കുന്നു. ആകയാൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിത്യതയിലേക്ക് ഒരു പ്രത്യാശ ക്രിസ്തുയേശുവിലുണ്ട്. ഇത് നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. 3, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശമാണ്. നാം എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനത്തിലും കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സജീവ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. 4, ആത്മീയ കുടുംബം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും നമ്മുടെ ഭാരങ്ങൾ പരസ്പരം വഹിച്ച് നമുക്കായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഭയാകുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ. ഹല്ലേലൂയ. നാം പരസ്പരം അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഇത് 4 ക്രിസ്തു യേശുവിലുള്ള നമ്മുടെ അവകാശമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് എപ്പോഴെങ്കിലും എന്നല്ല, ഇന്ന് ക്രിസ്തു യേശുവിൽ സന്തോഷിക്കുക. ഇത് പരസ്പരം പങ്കിടുക, ഇത് പരസ്പരം അനുഭവിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ലോകം ക്രിസ്തു യേശുവിനെ നിങ്ങളിലൂടെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ആകിയാൽ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സമാധാനം, അതാണല്ലോ അവിടുത്തെ മേലുള്ള ഞങ്ങളുടെ അവകാശം. കർത്താവേ, ഈ സമാധാനം, പ്രത്യാശ, പരിശുദ്ധാത്മാവ്, ആത്മീയ കുടുംബം, ഇവയെല്ലാം അനുഭവിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് അവിടുത്തെ ഐക്യത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ ഐക്യത്തിൽ വളർത്തുകയും ഉണർത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് കർത്താവേ സ്തോത്രം. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.